സ്നേഹമുള്ളവരെ, ഷേക്സ്പിയർ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള ഒരു ചെറു കവിത സോണറ്റുകൾ എന്ന് പറയും എഴുതിയത് സുഹൃത്തുമായിട്ട് തെറ്റിദ്ധാരണയിലായിരിക്കുന്ന അവസ്ഥയിലാണ്. ഈ തെറ്റിദ്ധാരണയെ അദ്ദേഹം ഉപമിക്കുന്നത് ആകാശത്തിലെ സൂര്യനെ മറയ്ക്കുന്ന കാർമേഘത്തോടാണ്. എല്ലാ കാലത്തും ഈ തെറ്റിദ്ധാരണ നിലനിൽക്കില്ല. എല്ലാ കാലത്തും സൂര്യനെ മറയ്ക്കാൻ ഒരു മേഘത്തിനും കഴിയില്ല. ഒരിക്കൽ ഈ മേഘത്തിൻ്റെ പിടുത്തത്തിൽ നിന്ന് സൂര്യൻ പുറത്തേക്ക് വരും. എല്ലാ കാലത്തും സത്യത്തെ മൂടിവെക്കാൻ കഴിയില്ല. എല്ലാ കാലത്തും അസത്യം ഭരണം നടത്തുകയോ ഇല്ല. സത്യത്തിനായിരിക്കും ആത്യന്തികമായിട്ടുള്ള വിജയം. ഇന്നത്തെ ഉയർപ്പ് തിരുനാൾ നമ്മളോട് പറയുന്നതും സത്യത്തിൻ്റെ വിജയത്തെ പറ്റിയിട്ടാണ്. യേശുവിൻ്റെ വിചാരണയുടെ സമയത്ത് പീലാത്തോസ് യേശുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് സത്യം? താൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നവനാണ് എന്നുള്ള യേശുവിൻ്റെ ചോദ്യത്തിന് മറുചോദ്യമായിട്ടാണ് പീലാത്തോസ് ചോദിക്കുന്നത്, എന്താണ് സത്യം? അവിടുന്ന് ഞാൻ ഒരിക്കൽ മറുപടി പറഞ്ഞിരുന്നു, ഞാനാണ് വഴിയും സത്യവും ജീവനും. സത്യം തന്നെയാണ് താനെന്ന് യേശുവിന് ഉറപ്പുണ്ട്. അതാണ് സത്യം. ഈ സത്യം ഇതാ മനുഷ്യരൂപം ധരിച്ച് മുൻപിൽ നിൽക്കുന്നു. ആ സത്യത്തിൻ്റെ മനുഷ്യരൂപം ധരിച്ച് മുന്നിൽ നിൽക്കുന്ന സത്യത്തിൻ്റെ കണ്ണിൽ നോക്കിയിട്ടാണ് പീലാത്തോസ് ചോദിക്കുന്നത്, എന്താണ് സത്യം? ഈ സത്യത്തെ കൊന്നു കൊഴിച്ചു മൂടിയിട്ടാണ് അവർ കല്ലറയ്ക്ക് കാവലേർപ്പെടുത്തിയത്. ഈ സത്യത്തെ അടക്കം ചെയ്ത കല്ലറയ്ക്ക് മുൻപിലാണ് അവർ 20ഓളം പേരെങ്കിലും പിടിച്ചാൽ ഉരുട്ടി മാറ്റാൻ പറ്റുന്ന വലിയ കല്ലെടുത്ത് വെച്ച് കല്ലറയെ മൂടിയത്. ഈ ഒരു സത്യം മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് രാജകീയ മുദ്ര ചാർത്തി ഈ കല്ലിന് കാവൽ നടത്തുന്നത്, പട്ടാളക്കാരുടെ കാവൽ, അന്നത്തെ കാലത്ത് കിട്ടാവുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള കാവൽ ഏർപ്പെടുത്തുന്നത്. എന്നിട്ടും സത്യം ഉയർത്തെഴുന്നേറ്റു. 3-ാം നാൾ സത്യം ഒരിക്കൽ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് താനും. പക്ഷേ നമ്മുടെ ഒരു പ്രശ്നം അതല്ല. ചിലരെങ്കിലും ചിന്തിക്കുന്നത് പോലെ യേശുവിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് നാം. യേശുവിൻ്റെ കൂട്ടത്തിൽ തന്നെ അവൻ്റെ അത്ഭുതങ്ങളും അവൻ്റെ അടയാളങ്ങളുമൊക്കെ കണ്ട് അവനോടൊപ്പം തന്നെ പീഡ സഹിച്ച്, അവനോടൊപ്പം തന്നെ അടിയേറ്റ്, അവനോടൊപ്പം തന്നെ രക്തം ചിന്തി, അവനോടൊപ്പം തന്നെ കണ്ണുനീരിൻ്റെ പാതയിലൂടെ ഇതാ ഞാനും എത്തി എവിടം വരെയും കല്ലറ വരെ. കല്ലറയിലാണ് ഇപ്പോഴും യേശുവിനോടൊപ്പം അടക്കപ്പെട്ടിരിക്കുക. പക്ഷേ എനിക്കെന്താണ് ഈ കണ്ണുനീരിൽ നിന്ന്, ഈ കല്ലറയിൽ നിന്ന്, ഈ അടിമത്തത്തിൽ നിന്ന്, ഈ പ്രതിസന്ധിയിൽ നിന്ന് എനിക്കെന്താണ് മോചനമില്ലാത്തത്? യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവൻ അറിയുകയും ചെയ്യാമായിരുന്നു. എന്നിട്ടും എനിക്കെന്താണ് ഒരു ഉയർത്തെഴുന്നേൽപ്പ് കിട്ടാത്തത് എന്ന് ഇങ്ങനെ എത്രയോ ദുഃഖ വെള്ളിയാഴ്ച കഴിഞ്ഞ് ഈസ്റ്റർ ഞായറാഴ്ച എത്രയോ കൂടി എനിക്ക് എന്താണ് ഒരു ഉയർപ്പില്ലാത്തത് എന്നുള്ളതാണ് ചോദ്യം. ഉയർപ്പിൻ്റെ രഹസ്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഒരുപക്ഷെ ഇങ്ങനത്തെ ചോദ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത് കൊണ്ടാണ്. എന്താ ഉയർത്തെഴുന്നേൽപ്പ്? യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെയും ഈ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടായിരുന്നു. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കഴിയുമ്പോൾ ഇനിയും എന്നെങ്കിലും ഒരിക്കൽ വരുന്ന ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതല്ല ഉയർപ്പെന്ന് പറയുന്നത്. നമ്മളൊക്കെയും മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളത് സത്യമാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അനുദിന ജീവിതത്തിലെ ഉയർത്തെഴുന്നേൽപ്പാണ് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് തരുന്ന സന്ദേശം. അതാണ്, അതായത് ഒരു പ്രശ്നം വരികയാണെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് പരിഹരിക്കാനുള്ള മാർഗവും കൂടെ വിശ്വാസത്തോടെ ചിന്തിക്കുന്നവർക്കുണ്ട്. രോഗമുണ്ടാകുമ്പോൾ ഈ രോഗം എങ്ങനെ സഹിക്കാൻ പറ്റുമെന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനവും വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ രോഗത്തെ കാണാനായിട്ടുള്ള കണ്ണുകളുമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ആ കണ്ണ് തുറന്നു കിട്ടുന്നതാണ് ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത്. അതാണ് ചില രോഗികളെ കാണാൻ ചെല്ലുമ്പോൾ വലിയ പ്രത്യാശയുള്ള രോഗികൾ, രോഗം മാറുമെന്ന് പ്രത്യാശയുള്ളതല്ല, ദൈവം ഈ കൂട്ടത്തിൽ, ഈ രോഗം സഹിക്കാൻ എൻ്റെ കൂട്ടത്തിലുണ്ട് എന്നുള്ള പ്രത്യാശ വിശ്വാസമുള്ള രോഗികൾ എത്ര ആത്മവിശ്വാസത്തോടെ, എത്ര സന്തോഷത്തോടെയാണ് സംസാരിക്കുന്നത്. രോഗികളെ കാണാൻ ചെല്ലുന്ന ചില സമയത്തെങ്കിലും നമുക്ക് തോന്നില്ല, ഇത്ര സന്തോഷമുള്ള ഈ രോഗിയെ കാണാനാണോ ഞാൻ പോയത്. നമ്മളെ ആശ്വസിപ്പിക്കുന്ന വലിയ ക്യാൻസർ പോലത്തെ രോഗം സഹിക്കുന്ന രോഗികളെ നമ്മൾ കാണാറുണ്ട്. ഏതൊരു പ്രശ്നത്തിലും ദൈവം കൂടെയുണ്ട്, ഉയർത്തെഴുന്നേറ്റവൻ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ആന്തരിക വിശ്വാസം തരുന്ന കാഴ്ചപ്പാടാണ് ഉയർത്തെഴുന്നേൽപ്പിലൂടെ നമുക്ക് കിട്ടുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ പീഡാസഹനം മുഴുവനും ഉയർത്തെഴുന്നേൽപ്പിൻ്റെതാണ്. യേശു മരിക്കുമ്പോൾ അവിടെ ഉയർപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. മരിക്കുന്ന സമയത്ത് തന്നെ
അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ, അവിടെ കുരിശെന്നുള്ള പീഡാസഹനങ്ങളുണ്ട്, ഉയർപ്പ് എന്ന് പറയുന്ന വലിയ സത്യമുണ്ട്. ഉയർത്തപ്പെടുമ്പോൾ, കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ സകലരെയും എന്നിലേക്ക് ആകർഷിക്കും. യേശുവിൻ്റെ മരണത്തിൽ അവിടുത്തെ ഉയർപ്പുണ്ടെങ്കിൽ ഉയർപ്പിൽ അവിടുത്തെ മരണവുമുണ്ട്. യേശു തൻ്റെ പീഡാസഹനങ്ങൾ മുഴുവനും ഉപേക്ഷിച്ചിട്ടല്ല ഉയർത്തെഴുന്നേൽക്കുന്നത്. യേശുവിൻ്റെ കൈകളിൽ ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുണ്ട്, ആണിപ്പഴുതുകളുടെ പാടുകളുണ്ട്. അവിടുത്തെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയ പാടുകളുണ്ട്. അവിടുത്തെ ശരീരത്തിലെ പീഡാസഹനത്തിൻ്റെതായിട്ടുള്ള മുഴുവൻ അടയാളങ്ങളുമുണ്ട്. ഈ അടയാളം കാണിച്ചിട്ടാണ് യേശു തോമാസ്ലീഹായോട് പറയുന്നത്, നീ വന്നിട്ട് എൻ്റെ മുറിപ്പാടുകൾ കാണുക, എന്നിട്ട് നിന്റെ സങ്കടവും വിഷമമൊക്കെ എൻ്റെ മുറിപ്പാടുകളിലേക്ക് ചേർത്ത് വെച്ചിട്ട് നീ വിശ്വാസമുള്ളവനാകുക. എന്ത് വിശ്വാസം? ഞാൻ കൂടെയുണ്ട് എന്നുള്ള ഒരു വിശ്വാസമുള്ളവനായിട്ട് മാറുക. ലോകത്തിന് ഉയർപ്പിൽ കിട്ടിയ സന്ദേശം, ക്രൈസ്തവരായിട്ടുള്ള നമുക്ക് കിട്ടിയ സന്ദേശം, നമ്മുടെ സകല പ്രശ്നങ്ങളും ഇതോടെ അവസാനിക്കുന്നു എന്നുള്ളതൊന്നുമല്ല. കല്ലറയിലായിരിക്കുമ്പോൾ തന്നെ, പീഡകളിലായിരിക്കുമ്പോൾ തന്നെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ മനസ്സോടുകൂടി ആത്മാവോടുകൂടെ ജീവിക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ് ഉയർപ്പിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അവിടുത്തെ ആദ്യം കാണുന്നത് മഗ്ദലിന മറിയമാണെന്ന് നമുക്കറിയാം. യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ഒരു വിശ്വാസത്തിലല്ല മഗ്ദല മറിയവും യോവന്നായും യാക്കോബിൻ്റെ അമ്മയായിട്ടുള്ള മറിയവുമൊക്കെ കല്ലറയെങ്കിലേക്ക് പോകുന്നത്. പിന്നെയോ അവിടുത്തെ ശരീരത്തെ സുഗന്ധദ്രവ്യം പൂശുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവർക്ക് മനസ്സിലാവും, ആരോ കല്ലുരുട്ടി മാറ്റിയിട്ടുണ്ട്, മൃതശരീരം എടുത്തുകൊണ്ട് പോയി. നേരെ അവർ മഗ്ദലിന മറിയം ഓടിപ്പോയി പത്രോസിനെയും യോഹന്നാനെയും വിവരം അറിയിച്ചു. അവർ തിരിച്ചു വരുമ്പോൾ കല്ലറയിൽ തുണി ചുരുട്ടി വെച്ചിരിക്കുന്ന മാത്രമേ കാണുന്നുള്ളൂ. അവരും അവൻ്റെ ഒരു ചിന്തയിലാണ് അവർ തിരിച്ചു പോകുന്നത്. പക്ഷേ സ്നേഹമുണ്ടായിരുന്ന, വിശ്വാസമുണ്ടായിരുന്ന മഗ്ദലിന മറിയം അവിടെ തന്നെ നിന്നു. അവൾ കല്ലറയിലേക്ക് കയറിയപ്പോൾ അവിടെ 2 ദൂതന്മാരിരിക്കുന്നത് കണ്ടു. അവർ അവളോട് പറഞ്ഞതാണ് ഉയർപ്പിൻ്റെ സന്ദേശം, സ്ത്രീയെ നീ എന്തിനാണ് കരയുന്നത്? അപ്പോഴാണ് അവൾ ചോദിക്കുന്നത്, നിങ്ങളാണ് മൃതശരീരം എടുത്തുകൊണ്ട് പോയതെങ്കിൽ എന്നോട് പറയുക, ദൂതന്മാരാണെന്ന് മനസ്സിലാകുന്നില്ല. അവിടെ യേശു അവളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. യേശു ഉയർത്തെഴുന്നേറ്റ യേശു ആദ്യം ചോദിക്കുന്ന ചോദ്യത, സ്ത്രീയെ നീ എന്തിനാണ് കരയുന്നത്? നിനക്ക് പ്രതിസന്ധികളുണ്ട്, നിനക്ക് പ്രശ്നമുണ്ട്, നിനക്ക് യേശുവിനെ നഷ്ടപ്പെട്ടു, നിനക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും നീ എന്തിനാണ് കരയുന്നത്? പ്രശ്നങ്ങളില്ല എന്നുള്ളതല്ല, പ്രശ്നങ്ങളുള്ളപ്പോൾ നീ കരയുന്നത് എന്തിനാ എന്ന് പറഞ്ഞാൽ, ഞാൻ ഉയർത്തെഴുന്നേറ്റില്ലേ, ഞാൻ നിൻ്റെ കൂട്ടത്തിലുണ്ടാകും. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് ഞാനുള്ളത് കൊണ്ട് നീ എനിക്കറിയാൻ പാടില്ല എന്നുള്ളതാണ്. നീ എന്തിനാ കരയുക? നിൻ്റെ കൂട്ടത്തിൽ ഞാനുണ്ട്, നീ എനിക്കറിയാൻ പാടില്ല. കണ്ണുനീരൊപ്പം ഞാനുണ്ട്, നിൻ്റെ കണ്ണുനീരിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും അതിനെ അതിജീവിക്കാൻ ഞാനുണ്ട്. നീ എന്തിനാണ് കരയുന്നത്? ഇനി നമ്മളാരും കരയാൻ പാടില്ല എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഉയർപ്പിൻ്റെ സന്ദേശം. അത് നമ്മൾക്കറിയാൻ പാടില്ല. നമുക്ക് ഉയർത്തെഴുന്നേൽപ്പ് ഏതൊരു പ്രശ്നങ്ങളിലും ഉണ്ട് എന്നുള്ളത്, പരിഹാരമുണ്ടെങ്കിലും അവൻ ഉയർത്തെഴുന്നേറ്റവൻ കൂടെയുണ്ട് എന്നുള്ള ഒരു വിശ്വാസം നൽകുന്ന ആ സംരക്ഷണമാണ് ഉയർത്തെഴുന്നേൽപ്പിൽ നമുക്ക് കിട്ടുന്ന സന്ദേശം. ശിഷ്യന്മാർക്ക് യേശു ഉയർപ്പിന് മുൻപേ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ലേ? അവർ രാജാക്കന്മാരുടെ മുൻപിൽ ചെന്ന് നിന്നിട്ട് പറയും, നിങ്ങൾ ക്രൂശിൽ തറച്ചു കൊന്നവൻ. ആ ധൈര്യം എവിടെ നിന്ന് കിട്ടിയത്? കർത്താവ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട്. പൗലോസ്ലീഹ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിനും കൊല്ലുന്നതിനും കച്ചുകെട്ടിറങ്ങിയവന് അവൻ്റെ മുൻപിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് കഴിയുമ്പോൾ അവൻ മറ്റൊരു മനുഷ്യനായിട്ട് മാറി. എന്നിട്ട് അവൻ ക്രിസ്തുവിന് വേണ്ടിയിട്ട് ഓടാൻ തുടങ്ങി. 1-2 അല്ല, 25,000 കിലോമീറ്ററുകളാണ് 3 പ്രേക്ഷിതയാത്രയിൽ പൗലോസ്ലീഹ തരണം ചെയ്തത്. എന്നിട്ട് അവൻ പറയും, കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഉള്ളത് കൊണ്ടാണ് ഈ ഓട്ടം മുഴുവനും അത്രേ. നമ്മളിനിയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ മക്കളായിട്ട് ജീവിക്കേണ്ടവരാ. ദുഃഖവെള്ളിയാഴ്ചയും ഒരു ഉയർപ്പ് കാണാൻ കഴിയുക എന്നുള്ളതാണ് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ മക്കളായിട്ടുള്ള നമ്മുടെ പ്രത്യേകത. ആ ഒരു വിശ്വാസത്തിലേക്കും മനോഭാവത്തിലേക്കും കടന്നു വരുമ്പോഴാണ് ഓരോ ദിവസവും ഓരോ സെക്കൻഡിലും നമ്മൾ ഉയർപ്പിൻ്റെ മക്കളായിട്ട് മാറുന്നത്. ഉയർപ്പിൻ്റെ മക്കളായിട്ട് ജീവിക്കാനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈ ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു.